You're full of shit, right? Nope. ഹായ് ഗൈസ്. നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. അതിൽ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള പാർട്ട് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ വ്യക്തിയുമായിട്ടുള്ള ഓർമ്മകളാണ്, അല്ലെങ്കിൽ മെമ്മറീസാണ്. അത് കടന്നു പോവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഈ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നതും റിലേഷൻഷിപ്പിലെ ഈ ഒരു പാർട്ടാണ്. ഈ സിനിമയുടെ പേര് കുറച്ച് ലെങ്തിയാണ്. എറ്റേണൽ സൺഷൈൻ ഓഫ് സ്പോട്ട്ലെസ് മൈൻഡ് എന്നാണ് സിനിമയുടെ പേര്. എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഈ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നത് റിലേഷൻഷിപ്പിലെ പേഴ്സണൽ സ്പേസുകളെ കുറിച്ചാണ് സിനിമ പറഞ്ഞു വയ്ക്കുന്നത്. ഒരാൾ മറ്റൊരാളെ പൂർത്തിയാക്കുകയല്ല, രണ്ടുപേരും അവരവരുടെ വ്യക്തിത്വത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ് റിലേഷൻഷിപ്പ് ഏറ്റവും ഭംഗിയുള്ളതായിട്ട് മാറുന്നതെന്നൊക്കെയാണ് സിനിമ പറഞ്ഞു വെക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇതിൽ രണ്ട് ക്യാരക്ടേഴ്സാണ് മെയിനായിട്ടുള്ളത്, ജോയലും ക്ലെമൻറ്റൈനും. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഭയങ്കര ഭംഗിയാണ് കണ്ടിരിക്കാൻ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രണ്ട് ക്യാരക്ടേഴ്സാണ് ജോയലും ക്ലെമൻറ്റൈനും. ബ്രേക്കപ്പിന് ശേഷം ജോയലിൻ്റെ ഓർമ്മകൾ ക്ലെമൻറ്റൈന് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ദിനങ്ങൾ നൽകുന്നു. അതുകൊണ്ട് തന്നെ ക്ലെമൻറ്റൈൻ ജോയലിൻ്റെ ഓർമ്മകളെ എത്രയും പെട്ടെന്ന് മായ്ച്ചു കളയാനായിട്ട് ശ്രമിക്കുന്നു. സിനിമയുടെ ലോകത്ത് ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യമില്ലാത്ത ഓർമ്മകൾ, അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന ഓർമ്മകളുണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്ലെമൻറ്റൈൻ ഈ ട്രീറ്റ്മെൻറ്റിന് വിധേയമാകുന്നു. ജോയലിനെ കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും ക്ലെമൻറ്റൈൻ തൻ്റെ ബ്രെയിനിൽ നിന്നും ഇറേസ് ചെയ്ത് കളയുന്നു. ഇത് ജോയൽ അറിയുന്നില്ല. ജോയൽ ഒരു സൂപ്പർ മാർക്കറ്റ് വെച്ച് ക്ലെമൻറ്റൈനെ കാണുമ്പോൾ ക്ലെമൻറ്റൈൻ ജോയലിനെ ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് പെരുമാറുന്നത്. അപ്പോൾ ഇത് കണ്ട് അത്ഭുതപ്പെട്ട് ജോയൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ജോയൽ മനസ്സിലാക്കുന്നത് ക്ലെമൻറ്റൈൻ ജോയലിനെ പൂർണ്ണമായിട്ടും മറന്നു കളഞ്ഞു. അപ്പോൾ ജോയലും സെയിം സിറ്റുവേഷനിൽ കൂടെ തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബ്രേക്കപ്പിൻ്റെ ഹാർഡായിട്ടുള്ള ഈ പാർട്ടിലൂടെയാണ് ജോയലും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജോയൽ എന്ത് തീരുമാനിക്കുന്നു, ഇതേ ട്രീറ്റ്മെൻറ്റ് താനും എടുത്ത് ക്ലെമൻറ്റൈൻ്റെ ഓർമ്മകളെ ജോയലും മായ്ച്ചു കളയാനായിട്ട് തീരുമാനിക്കുന്നു. ഈ സിനിമ ഓർമ്മകളിലൂടെയുള്ളൊരു യാത്രയാണ്. ജോയലിൻ്റെ ഓർമ്മകളിലൂടെയാണ് നമുക്ക് ഈ സിനിമ ക്ലെമൻറ്റൈൻ്റെയും ജോയലിൻ്റെയും റിലേഷൻഷിപ്പിനെ കാണിച്ചു തരുന്നത്. ജോയൽ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ജോയൽ ഉറങ്ങിക്കിടക്കുകയായിരിക്കും. ഇയാൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ജോയലിൻ്റെ ഏറ്റവും മനോഹരമായ, അല്ലെങ്കിൽ ക്ലെമൻറ്റൈനുമായിട്ടുള്ള ഓർമ്മകളിലേക്ക് പോകണം. ആ ഓർമ്മകളിലേക്ക് ഇവർ ചെല്ലുമ്പോഴാണ് ഈ ട്രീറ്റ്മെൻറ്റ് വഴി ഈ ഓർമ്മകളെ ഇവർ പുറത്തിരുന്ന് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോയൽ ഉറങ്ങിക്കിടക്കുന്നു. ജോയലിൻ്റെ മെമ്മറീസിലേക്കാണ് നമ്മളെ സിനിമ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ഇവരുടെ മെമ്മറീസിലേക്ക് ചെല്ലുമ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പ് കാണുമ്പോൾ ഇവരുടെ സംസാരങ്ങൾ, ഇവരുടെ ഡയലോഗുകൾ, ഇവരുടെ ഒത്തുചേരലുകൾ, ഇതെല്ലാം നമുക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ലവബിൾ ആയിട്ടുള്ള, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കാണുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ജോയൽ ക്ലെമൻറ്റൈനുമായിട്ടുള്ള ഈ ഓർമ്മകളിലേക്ക് ചെല്ലുമ്പോഴാണ് ജോയലിന് മനസ്സിലാകുന്നത് ജോയലിന് ക്ലെമൻറ്റൈനെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഓർമ്മകളിൽ വെച്ച് തന്നെ ഇവൻ വീണ്ടും ക്ലെമൻറ്റൈനുമായിട്ട് പ്രണയത്തിലാവുകയാണ്. അങ്ങനെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുമായിട്ടുള്ള, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, താൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന മൊമെൻറ്റുകൾ തനിക്ക് നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് ജോയലിനും മനസ്സിലാവും. ഇപ്പോൾ ജോയൽ ഒരു സിറ്റുവേഷനിൽ ക്ലെമൻറ്റൈനുമായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ജോയൽ ക്ലെമൻറ്റൈൻ്റെ ഫേസിലേക്ക് നോക്കുമ്പോൾ ക്ലെമൻറ്റൈന് ഫേസ് ഇല്ല. ഫേസൊക്കെ ജോയൽ മറന്നു പോവുകയാണ്. അതെല്ലാം ഇറേസായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവന് മനസ്സിലാവുന്നത് ഇതവന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ലാത്ത സാധനമാണ്, ഇവന് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ് അവൻ നഷ്ടപ്പെടുത്തുന്നതെന്ന് ജോയലിന് മനസ്സിലാവും. അപ്പോൾ ജോയലിന് ഈ ട്രീറ്റ്മെൻറ്റ് നിർത്തണം. പക്ഷേ ജോയൽ ഉറങ്ങിക്കിടക്കുകയാണ് ലിറ്ററലി. ജോയലിൻ്റെ ഓർമ്മയിലിരുന്നിട്ടാണ് ഇത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ജോയലിന് ഉണർന്നാൽ മാത്രമേ ഈ ട്രീറ്റ്മെൻറ്റ് നിർത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല, കൂടുതൽ പറഞ്ഞ് ഞാൻ സ്പോയിലർ ആക്കുന്നില്ല. ബാക്കി നിങ്ങൾ സിനിമ കണ്ടു നോക്കുക. എങ്ങനെ ജോയലിന് ഈ ട്രീറ്റ്മെൻറ്റ് നിർത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ജോയൽ ക്ലെമൻറ്റൈനെ മറന്നു കളയുമോ? ക്ലെമൻറ്റൈൻ ഓൾറെഡി ജോയലിനെ മറന്നു. ഇപ്പോൾ രണ്ടുപേരും മറന്നു കഴിഞ്ഞാൽ രണ്ടും രണ്ട് വഴിക്ക് പോവും. അല്ലെങ്കിൽ ഫെയ്റ്റ് ഇവരെ വീണ്ടും ഒരുമിച്ച് കൊണ്ടുവരുമോ? ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിനിമ കണ്ടു നോക്കുക. ഇതിൽ ജോയലായിട്ട് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ജിം ക്യാരിയും ക്ലെമൻറ്റൈനായിട്ട് വന്നിരിക്കുന്നത് കേറ്റ് വിൻസ്ലെറ്റുമാണ്. രണ്ടുപേരും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരുടെ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ക്ലെമൻറ്റൈനായിട്ട് വന്ന കേറ്റ് വിൻസ്ലെറ്റിൻ്റെ ക്യാരക്ടർ കുറച്ചുകൂടി എനിക്ക് ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് ക്ലെമൻറ്റൈനായിട്ട് കേറ്റ് വിൻസ്ലെറ്റ് ചെയ്തിരിക്കുന്നത്. കേറ്റ് വിൻസ്ലെറ്റിനെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് കാണുന്ന ഒരു സിനിമയാണ്. എനിക്ക് പേഴ്സണലി കേറ്റ് വിൻസ്ലെറ്റിനെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ പറ്റിയ സിനിമ ഇതാണ്. അവൾ ഇങ്ങനെ ഇടയ്ക്ക് കളറൊക്കെ മാറ്റും ഹെയറിൽ. ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ കാണുമ്പോൾ ഒരു ബ്ലൂ ഹെയർ ആയിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ഒരു ഗ്രീൻ ഹെയർ ആവും, പിന്നെ ഒരു ഓറഞ്ച് ഹെയറൊക്കെ വരും. സോ ഭയങ്കര ഭംഗിയുള്ളൊരു സിനിമയാണ്. രണ്ടുപേരുടെ റിലേഷൻഷിപ്പ്, ഇവരുടെ രണ്ടുപേരും ക്യാരക്ടേഴ്സ് തമ്മിൽ നല്ല ഡിഫറൻസും ഉണ്ട്. ജോയലിൻ്റെ ക്യാരക്ടറാണ് കുറച്ച് ഇൻട്രോവേർട്ടാണ്, കുറച്ച് അടങ്ങിയിരിക്കുന്ന ടൈപ്പ് ഒരാളാണ്. പക്ഷേ ക്ലെമൻറ്റൈൻ ഭയങ്കര ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു ഗേളാണ്. അതുപോലെ പെട്ടെന്ന് മൂഡ് സ്വിങ്സ് വരുന്നൊരു ആളാണ്. ഈ സിനിമ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവർക്കും ബ്രേക്കപ്പ് ആയവർക്കും ഇനി ഒരു റിലേഷൻഷിപ്പും ഇല്ലാത്തവർക്കും കാണാൻ പറ്റിയ, അല്ലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ്. ഈ സിനിമ കഥ പറയുന്നത് ഭയങ്കര
ആർട്ടിസ്റ്റിക്കലായിട്ടുള്ള വിഷ്വൽസൊക്കെ ഭയങ്കര രസകരമാണ്. ഇവർ ഓർമ്മയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. ഈ ഓർമ്മകളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ കെട്ടിപ്പിണഞ്ഞ് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കിടക്കുന്നതായിരിക്കില്ല. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ കോംപ്ലക്സ് ആയിട്ട് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് ആർട്ടിസ്റ്റിക്കലി അത് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് സിനിമ എടുത്തു വച്ചിരിക്കുന്നത്. ഇവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരിയ്ക്കുന്ന ഏരിയ കൊളാപ്സ് ചെയ്യുന്നു, ബാക്കിലെ ബിൽഡിംഗ് കൊളാപ്സ് ചെയ്യുന്നു. അതൊക്കെ അയാളുടെ ഓർമ്മകൾ നഷ്ടപ്പെടുന്നത് സിംബോളിക്കായി കാണിച്ചു തരുന്ന. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ കണ്ടു നോക്കുക. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഇനി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും വേറെ സിനിമയായിട്ട് കാണാം. ബൈ.